പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹസാന്ത്വനം ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്ധ്യയായി, ഉഷസ്സായി, 26-ാം ദിവസം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ. നീതിമാന്മാരുടെ ആത്മാവ് ദൈവകരങ്ങളിലാണ്. ഒരു ഉപദ്രവവും അവരെ സ്പർശിക്കുകയില്ല. അവർ മരിച്ചതായി ഭോഷന്മാർ കരുതി. അവരുടെ മരണം പീഡനമായും നമ്മിൽ നിന്നുള്ള വേർപാട് നാശമായും അവർ കണക്കാക്കി. അവരാകട്ടെ ശാന്തി അനുഭവിക്കുന്നു. ശിക്ഷിക്കപ്പെട്ടവരെന്ന് മനുഷ്യദൃഷ്ടിയിൽ തോന്നിയാലും അനശ്വരമായ പ്രത്യാശയുള്ളവരാണവർ. ദൈവം അവരെ പരിശോധിക്കുകയും യോഗ്യരെന്ന് കാണുകയും ചെയ്തു. അല്പകാല ശിക്ഷണത്തിന് ശേഷം അവർക്ക് വലിയ നന്മ കൈവരും. ഉലയിൽ സ്വർണമെന്ന പോലെ അവിടുന്ന് അവരെ ശോധന ചെയ്ത് ദഹനബലിയായി സ്വീകരിച്ചു. അവിടുത്തെ സന്ദർശനത്തിൽ അവർ പ്രശോഭിക്കും. വൈക്കോലിൽ തീപ്പൊരി എന്ന പോലെ അവർ കത്തിപ്പടരും. അവർ ജനതകളെ ഭരിക്കും, രാജ്യങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കും. കർത്താവ് അവരെ എന്നേക്കും ഭരിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. സ്നേഹിതരെ, ദൈവം മനുഷ്യനെ ഭരിക്കുന്ന അനുഗ്രഹ നിമിഷമാണ് മനുഷ്യജീവിതത്തിൻ്റെ ആത്യന്തികമായ യാത്രയുടെ ലക്ഷ്യം. എന്ന് ദൈവം മനുഷ്യനെ ഭരിക്കുന്നുവോ അന്ന് അവൻ്റെ ജീവിതയാത്ര അവസാനിക്കുകയാണ്. അവൻ പൂർണ്ണമായും ദൈവത്തിൽ ആനന്ദം കണ്ടെത്തുന്നു. മനുഷ്യനെ ഈ ലോകത്തിലുള്ള വസ്തുവകകളും വ്യക്തിബന്ധങ്ങളും മറ്റ് കെട്ടുപാടുകളും ഭരിക്കുന്നത് കൊണ്ടാണ് അവൻ ആശയറ്റവനായും ആലംബഹീനനായും ആർത്തി പൂണ്ടവനായും ഓടി നടക്കുന്നത്. ദൈവം എന്ന് അവനെ ഭരിക്കുന്നുവോ അന്ന് അവൻ്റെ ആനന്ദം പൂർണ്ണമാവുകയാണ്. അങ്ങനെ ദൈവത്താൽ ഭരിക്കപ്പെടുന്നവൻ്റെ പേര് ജ്ഞാനത്തിൻ്റെ ഗ്രന്ഥം പറഞ്ഞു വയ്ക്കുന്നു, നീതിമാൻ എന്നാണ്. ലോകം നീതിമാനെ കാണുന്നത് എങ്ങനെയാണെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ എഴുതി വയ്ക്കുകയാണ്. നീതിമാന്മാർ മരിച്ചതായി ഭോഷന്മാർ കരുതുന്നു. അവരുടെ മരണം പീഡനമായും നമ്മിൽ നിന്നുള്ള വേർപാട് നാശമായും നമ്മൾ ഗണിക്കുന്നു. എന്നാൽ ഉലയിൽ സ്വർണം ശോധന ചെയ്യപ്പെടുന്നത് പോലെ നീതിമാന്മാർ ദൈവസ്നേഹത്തിൻ്റെ അഗ്നിയിൽ ശോധന ചെയ്യപ്പെടുന്നു. ദൈവം അവരെ ഭരിക്കുന്നു. അവർ അനുഭവിക്കുന്ന ആനന്ദം പറഞ്ഞറിയിക്കുക വിഷമമാണ്. വാക്കുകളിൽ ഒതുക്കുക അസാധ്യമാണ്. മനുഷ്യ മനസ്സിന് ഗ്രഹിക്കുക തീർത്തും അസാധ്യമായ സംഗതിയാണ്. അവർ അനുഭവിക്കുന്ന ആനന്ദം അവരുടെ ഉള്ളിൽ അവർ തന്നെ കണ്ടെത്തുന്ന ആനന്ദമാണ്. ഇപ്രകാരം നീതിമാൻ ദൈവത്തിൽ സന്തോഷിക്കുന്നു. അങ്ങനെ ദൈവം അവരെ ഭരിക്കുന്നു എന്ന അവസ്ഥയിൽ അവരെത്തിച്ചേരുന്നു. പീഡനങ്ങളും സഹനങ്ങളും നീതിമാന്മാർക്ക് അനുഗ്രഹത്തിൻ്റെ ചവിട്ടുപടികളാണ്. ഏതൊരു പീഡനങ്ങളിലും നീതിമാന്മാർ സന്തോഷത്തോടെ നിലകൊള്ളുന്നു. എസ്തപ്പാനോസ് പീഡനങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ ആനന്ദം അനുഭവിച്ചുകൊണ്ട്
സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ അപരിമേയമായ തേജസ് ഞാൻ കാണുന്നുവെന്ന് പറഞ്ഞ് മിഴിപൂട്ടാൻ എസ്തപ്പാനോസിന് കഴിഞ്ഞത് ഈ ആനന്ദം അനുഭവിച്ചത് കൊണ്ടാണ്. സ്നേഹിതരെ, ദൈവം ഭരിക്കുന്ന ഒരനുഭവത്തിലേക്ക് വരാൻ തീവ്രമായി നമുക്ക് ദാഹിക്കാം. മാൻപേട നീർച്ചാലിനു വേണ്ടി കൊതിക്കുന്നത് പോലെ, കാവൽക്കാരൻ പ്രഭാതമാകാൻ കാത്തിരിക്കുന്നത് പോലെ ദൈവത്തിൽ ആനന്ദിക്കാൻ നമുക്ക് കഴിയട്ടെ. അപ്പോൾ അവിടുത്തെ അനുഗ്രഹം സാന്ത്വനമായി നമ്മിലേക്ക് ഇറങ്ങി വരും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ആനന്ദത്തിൻ്റെ ഉറവിടമായ ദൈവമേ, അങ്ങ് ഞങ്ങളെ ഭരിക്കുക. അങ്ങയുടെ രാജ്യം വരണം എന്ന് അങ്ങ് പഠിപ്പിച്ച പ്രാർത്ഥനയുടെ പൊരുൾ ഗ്രഹിക്കാൻ ഞങ്ങൾക്കിടവരട്ടെ. അങ്ങയുടെ സ്നേഹാനുഭവത്തിൽ ഞങ്ങളെയും ചേർക്കണമേ. സകല മഹത്വവും അങ്ങിൽ അണയുമ്പോൾ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ജാതമാകും. അങ്ങനെ ഞങ്ങളും ഈ നവ അനുഭവത്തിൽ എത്തിച്ചേരാൻ ഇടയാകട്ടെ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.